അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ഏത് സന്ദർഭത്തിലും നാം അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് എന്നത് നമ്മുടെ വിശ്വാസ കാര്യത്തിൽ ഉൾപ്പെടേണ്ട ഒരു കാര്യമാണ്. വിശ്വാസി എന്ന നിലക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞ് അംഗീകരിക്കുക എന്നുള്ളത് നിർബന്ധമുള്ളൊരു കാര്യം കൂടിയാണ്. റഖീബ് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം. നിരീക്ഷകൻ. സൂറത്തു നിസാഇൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലേ, തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള യാതൊരു കാര്യവും അള്ളാഹുവിന് അവ്യക്തമായി പോകുകയില്ല. തീർച്ച. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും എല്ലാം അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി കണ്ടറിയുന്നവനാകുന്നു. സൂറത്തുൽ ഹദീദിലെ 4-ാമത്തെ വചനം. സൂറത്തുൽ മുൽക്ക് നമ്മൾ പതിവായി പാരായണം ചെയ്യുന്നതാണ് അല്ലേ. അതിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, നിങ്ങളുടെ വാക്ക് നിങ്ങൾ രഹസ്യമാക്കുക അല്ലെങ്കിൽ പരസ്യമായിക്കൊള്ളുക. തീർച്ചയായും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാകുന്നു. നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അധികവും അള്ളാഹു അറിയുകയില്ലെന്ന്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത്. നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. തിന്മകൾ വന്നു പോയാൽ അതിൻ്റെ കൂടെ നന്മകൾ തുടർത്തുക. ജനങ്ങളോട് സൽസ്വഭാവത്തോടു കൂടി വർത്തിക്കുകയും ചെയ്യുക. ഇന്ന് നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണെന്ന ബോധം മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നമുക്ക് ചിന്തിക്കാൻ ഒരുപാടുണ്ടല്ലേ. ക്യാമറ കണ്ണുകൾ, CCTV ക്യാമറകൾ ഇന്ന് എല്ലായിടത്തും സ്ഥാപിച്ചിരിക്കുകയാണ്. നമ്മൾ കാണാല്ലേ ചില സ്ഥലത്ത് ബോർഡ്, നിങ്ങൾ CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുമല്ലേ. വാഹനം ഓടിക്കുമ്പോഴായാലും ഏത് സന്ദർഭത്തിലും ഒരു ഷോപ്പിംഗ് മാളിൽ പ്രവേശിച്ചാലും എല്ലാം നമ്മളെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്യാമറ എല്ലാ കാര്യങ്ങളും ഒപ്പിയെടുക്കുന്നുണ്ട് എന്നൊരു ചിന്ത, ആ ഒരു ബോധം അല്ലെ, ക്യാമറയെ ഭയക്കുന്നത്ര പോലും അള്ളാഹുവിനെ ഭയമില്ലാതെ ആയിപ്പോകുന്നു. അള്ളാഹുവിലുള്ള വിശ്വാസം നേരെയാക്കി ജീവിതം ക്രമീകരിക്കാൻ നമ്മെ ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.